നാരായണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത പ്രേമികളായ സജ്ജനങ്ങളെ വിനീതമായി നമസ്കരിക്കുന്നു. ഇന്ന് നമുക്ക് കേൾക്കാനുള്ളത് സൗദാസൻ, ഭഗീരഥൻ, ഖട്വാങ്കൻ തുടങ്ങിയ രാജാക്കന്മാരുടെ കഥകളാണ്. കഴിഞ്ഞ ദിവസം അംശുമാൻ്റെ കഥ നമ്മൾ കേട്ടു. അംശുമാൻ കപില ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് കുതിരയെ കൊണ്ടുവന്നു യാഗം മുഴുമിപ്പിച്ചു. സഗരൻ അംശുമാനെ രാജാവാക്കി എല്ലാം ഉപേക്ഷിച്ച് വനവാസത്തിന് പോയി. അവിടെ തപസ്സിരുന്ന് പരഗതി പ്രാപിച്ചു. അംശുമാൻ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് പിതൃക്കളെ ത്രാണം ചെയ്യുവാൻ ഗംഗയെ ഭൂലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ കാലം തപസ്സിരുന്നു. എന്നാൽ അദ്ദേഹത്തിനത് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പുത്രനായ ദിലീപനും അതിനുവേണ്ടി വളരെയധികം ശ്രമിച്ചു, പക്ഷേ പരാജയമടഞ്ഞു. ദിലീപൻ്റെ പുത്രനായ ഭഗീരഥനാണ് സ്വർഗത്തിൽ മാത്രം ഒഴുകിക്കൊണ്ടിരുന്ന ഗംഗയെ ഭൂലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിനത് സാധിച്ചു. ഭഗീരഥൻ ഗംഗയെ തപസ്സിരുന്ന് പ്രത്യക്ഷപ്പെടുത്തി. ഭഗീരഥൻ ഗംഗാദേവിയോട് തൻ്റെ പൂർവികർക്ക് മോക്ഷം കിട്ടുവാൻ ഭൂമിയിലേക്ക് വരണം എന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ വരാൻ തയ്യാറാണ്. എൻ്റെ അമിതമായ ശക്തിയെ തടഞ്ഞുകൊണ്ട് ആരാണ് എന്നെ സ്വീകരിക്കുക? അതുണ്ടായില്ലെങ്കിൽ ഭൂമി പിളർന്ന് ഞാൻ പാതാളത്തിലേക്ക് പോയി എന്ന് വരാം. അതുമാത്രമല്ല, എന്നിൽ സ്നാനം ചെയ്യുന്നവരുടെ പാപമെല്ലാം സ്വീകരിച്ച് ഞാൻ പാപിയായിത്തീരും. ആ പാപം എങ്ങനെ പരിഹരിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഭഗീരഥൻ യുക്തമായ മറുപടി നൽകി. ഞാൻ ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് അങ്ങയെ ജടയിൽ സ്വീകരിക്കാൻ വരം ആവശ്യപ്പെടാം. അങ്ങയിൽ പുണ്യാത്മാക്കളായ ധാരാളം ഭക്തന്മാർ കുളിക്കുകയും ജലം പാനം ചെയ്യുകയും ചെയ്യും. അവരുടെ പുണ്യത്തിൻ്റെ ഒരംശം ഗംഗാദേവിക്കും ലഭിക്കുന്നതിനാൽ പാപികളിൽ നിന്നും വന്നു ചേരുന്ന പാപങ്ങൾ ഇല്ലാതാകും. ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചതോടെ ഭഗീരഥൻ ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി. ശിവൻ തൻ്റെ ജടയിൽ ഗംഗാദേവിയെ സ്വീകരിക്കാം എന്ന് സമ്മതിച്ചു. അങ്ങനെ വിഷ്ണു പാദങ്ങളിൽ കൂടി ഒഴുകുന്ന ഗംഗാദേവി ശിവൻ്റെ ജടയിലേക്ക് പതിച്ചു. വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന തേരിൽ യാത്ര ചെയ്ത് ഭഗീരഥൻ ഗംഗാദേവിയെ രസാതലത്തിലേക്ക് നയിച്ചു. തൻ്റെ പൂർവികന്മാരുടെ ഭസ്മത്തിൽ കൂടി ഗംഗാദേവി ഒഴുകിയപ്പോൾ അവർക്ക് സായുജ്യം ലഭിച്ചു. ഭഗീരഥൻ്റെ പുത്രൻ ശ്രുതൻ. ആ പരമ്പരയിൽ ഋതുവർണ്ണൻ എന്ന പ്രസിദ്ധനായ ഒരു രാജാവുണ്ടായിരുന്നു. ഇദ്ദേഹം നളമഹാരാജാവിൻ്റെ സഖാവായിരുന്നു. അക്ഷഹൃദയ വിദ്യ അറിയാവുന്ന ആളായിരുന്നു ഋതുവർണ്ണൻ. നളനെ കലി ബാധിച്ചപ്പോൾ അതിൽ നിന്ന്
ഈ അക്ഷഹൃദയ വിദ്യ കൊണ്ടാണ് നളന് മോചനം ലഭിച്ചത്. അതിന് പകരമായിട്ട് നളനിൽ നിന്ന് ഋതുപർണൻ അശ്വഹൃദയ വിദ്യ സമ്പാദിച്ചു. ഋതുപർണൻ്റെ പരമ്പരയിൽ സൗദാസൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സൗദാസൻ്റെ ഭാര്യയാണ് മദയന്തി. ഒരു ദിവസം സൗദാസൻ വനത്തിൽ നായാട്ടിന് പോയപ്പോൾ ഒരു രാക്ഷസനെ വധിക്കാനിടയായി. എന്നാൽ അവൻ്റെ സഹോദരനെ വെറുതെ വിട്ടു. പക്ഷേ ആ രാക്ഷസ സഹോദരൻ ഋതുപർണനെ വെറുതെ വിടാൻ തയ്യാറായില്ല. പകരം ചോദിക്കാൻ വേണ്ടി ഒരു പാചകക്കാരനായി ഋതുപർണൻ്റെ കൊട്ടാരത്തിൽ കടന്നുകൂടി അവസരം പാർത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം വസിഷ്ഠ മഹർഷി കൊട്ടാരത്തിൽ അതിഥിയായി എത്തിച്ചേർന്നു. പാചകക്കാരൻ നരമാംസം തയ്യാറാക്കി വിളമ്പി. വസിഷ്ഠ മഹർഷിക്ക് കാര്യം മനസ്സിലായി. രാജാവ് ഒരു രാക്ഷസനായി തീരട്ടെ എന്ന് മഹർഷി ശപിച്ചു. പാചകക്കാരനാണ് ഇതിന് കാരണക്കാരനെങ്കിലും രാജാവാണല്ലോ മഹർഷിയെ സ്വീകരിച്ച് ഭക്ഷണം വിളമ്പിയത്. പിന്നീടാണ് വസിഷ്ഠൻ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയത്. ഇത് പാചകക്കാരൻ ചെയ്ത പണിയാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ ശാപം 12 വർഷത്തേക്ക് ആക്കി ചുരുക്കി. രാജാവ് പ്രതിശാപം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭാര്യ മദയന്തി അദ്ദേഹത്തെ തടഞ്ഞു. ഗുരുവിനെ ശപിക്കാൻ എടുത്ത ജലം ഉഗ്രമായി പരിണമിച്ചിരിക്കുന്നതിനാൽ അത് എവിടെയാണ് ഒഴുക്കേണ്ടത് എന്ന് സംശയമായി. അവസാനം രാജാവ് അത് തൻ്റെ പാദങ്ങളിൽ തന്നെ ഒഴിച്ചു. മിത്രമായ കളത്രത്തിൻ്റെ വാക്ക് കേട്ടതിനാൽ മിത്രസഹൻ എന്ന് അദ്ദേഹത്തിന് പേരുണ്ടായി. ശാപോദകം കാലിൽ ഒഴിച്ച് കാല് കറുപ്പ് നിറമായി തീർന്നതിനാൽ കൽമഷപാതൻ എന്നും ആ രാജാവിന് പേരുണ്ടായി. രാജാവ് അങ്ങനെ വസിഷ്ഠ ശാപം കൊണ്ട് രാക്ഷസനായി തീർന്നു. ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ വിശപ്പ് സഹിക്കവയ്യാതെ സംഗമത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ ദമ്പതികളെ പിടികൂടി. ബ്രാഹ്മണനെ കൊന്നു തിന്നരുതേ എന്ന് അദ്ദേഹത്തിൻ്റെ പത്നി കേണപേക്ഷിച്ചു. എന്നാൽ രാക്ഷസൻ അത് കേട്ടില്ല, കൂട്ടാക്കിയില്ല. സ്ത്രീ സംഗമം നടത്തുമ്പോൾ മരിക്കാൻ ഇടവരട്ടെ എന്ന് ആ ബ്രാഹ്മണ പത്നി രാക്ഷസനെ ശപിച്ചു. ബ്രാഹ്മണൻ്റെ എല്ലുകൾ ശേഖരിച്ച് ഒരു ചിത കൂട്ടി അവളും അതിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചു. 12 വർഷം കഴിഞ്ഞു. രാജാവിൻ്റെ രാക്ഷസ രൂപം മാറി. അദ്ദേഹം തൻ്റെ പത്നിയെ സമീപിച്ചു. എന്നാൽ ബ്രാഹ്മണ പത്നിയുടെ ശാപത്തെക്കുറിച്ച് ഓർമ്മ വന്നു. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറി. പിന്നീട് സന്താന ലബ്ധിക്ക് വേണ്ടി വസിഷ്ഠനെ കൊണ്ട് ഭാര്യയിൽ സന്താനോൽപാദനം നടത്തിച്ചു. ഭാര്യ മദയന്തി 7 വർഷം ഗർഭം പേറി നടന്നു. പ്രസവം നടന്നില്ല. അതുകൊണ്ട് വസിഷ്ഠൻ ഒരു കല്ലെടുത്ത് മദയന്തിയുടെ ഉദരം ഇടിച്ചു. അപ്പോഴാണ് പ്രസവം നടന്നത്. ആ കുട്ടിയെ അശ്മകൻ എന്ന് പേരിട്ട് വിളിച്ചു. അശ്മം എന്നതിനർത്ഥം കല്ല് എന്നാണല്ലോ. അശ്മകൻ്റെ പുത്രൻ മൂലകൻ.
ക്ഷത്രിയ സംഹാരം നടത്തിയിരുന്ന പരശുരാമിൽ നിന്നും രക്ഷപ്പെടുവാൻ ഇദ്ദേഹം സ്ത്രീകളാൽ ചുറ്റപ്പെട്ട് ഇരുന്നു അത്രേ. അതിനാൽ ഇദ്ദേഹത്തിന് നാരീകവചൻ എന്നൊരു പേര് ലഭിച്ചു. ക്ഷത്രിയകുലത്തെ നിലനിർത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് മൂലകൻ എന്ന പേര് വന്നത്. മൂലകൻ്റെ പുത്രനാണ് ദശരഥൻ. ഈ പരമ്പരയിലാണ് ഖട്വാങ്കൻ ജനിച്ചത്. ഖട്വാങ്കൻ വീര പരാക്രമിയായിരുന്നു. ദേവന്മാരുടെ ആവശ്യപ്രകാരം ഖട്വാങ്കൻ അവരോട് ചേർന്ന് അസുരന്മാരോട് യുദ്ധം ചെയ്ത് വിജയം വരിച്ചു. ദേവന്മാർക്ക് സന്തോഷമായി. എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ഖട്വാങ്കനോട് ചോദിച്ചപ്പോൾ, എനിക്ക് ഭൗതികമായിട്ട് യാതൊന്നും ആവശ്യമില്ല, എന്നാൽ എന്ന് മരിക്കും എന്നറിയാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. മരിക്കാൻ ഒരു മുഹൂർത്തമേ ബാക്കിയുള്ളൂ എന്നറിഞ്ഞപ്പോൾ വായുവേഗത്തിൽ സഞ്ചരിക്കുന്ന വിമാനത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ വന്ന് സ്വന്തം മുറിയിൽ കയറി അടച്ചിരുന്ന് ഭഗവാനെ ഭക്തിയോടുകൂടി ധ്യാനിച്ച് നിത്യസത്യമായ സച്ചിദാനന്ദത്തിൽ ലയിച്ചു ചേർന്നു. ഭഗവാനിൽ ലയിച്ചു. കേട്ടിട്ടില്ലേ ചേലപ്പറമ്പ് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഗുരുവായൂരിൽ ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു ശ്ലോകം ചൊല്ലി: അബ്ദാർത്ഥേന ഹരിം പ്രസന്നമകരോദൗത്താന പാദേശിശു സപ്താഹേന നൃപ പരീക്ഷിതബല യാമാർദ്ധത പിംഗള ഖട്വാങ്കോ ഘടികാദ്വേന നവതിപ്രായേണ തന്നവ്യഥേ തം കാരുണ്യനിധിം പ്രപദ്യ ശരണം ശേഷായുഷാ തോഷയൻ. ഈ ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിച്ച് അദ്ദേഹം ഭഗവാനിൽ ലയിച്ചു അത്രേ. അവിടെ ഖട്വാങ്കൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്. ഉത്താനപാദൻ്റെ മകനായ ധ്രുവൻ്റെ കഥ സൂചിപ്പിച്ചിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് ശ്രീകൃഷ്ണ കഥകൾ മുഴുവൻ കേട്ടുകൊണ്ട് ഭഗവാനിൽ ലയിച്ച പരീക്ഷിത്തിൻ്റെ കഥ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു യാമത്തിൻ്റെ പകുതിയിൽ ഭഗവാനിൽ ലയിച്ച പിങ്കളയുടെ കഥ സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ ഭഗവാന്റെ മുമ്പിൽ നിമിഷനേരം കൊണ്ട് ലയിച്ചു എന്ന ഈ പദ്യം വളരെ പ്രസിദ്ധമാണ്. ഖട്വാങ്കനെ സ്മരിച്ചുകൊണ്ടുള്ളതുമാണ്. തുടർന്ന് നമുക്ക് രാമായണ കഥയാണ് കേൾക്കാനുള്ളത്. ഈ കഥ ഇവിടെ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.